ഇത്രയധികം ഇപ്പം റോയൽ ബേക്കറി, റോയൽ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഫുഡ് കോർട്ട് എന്ന് പറയുന്നിടത്ത് നല്ല നല്ല ബിരിയാണി കിട്ടും, നല്ല പൊറോട്ട കിട്ടും, നല്ല ബീഫ് കിട്ടും, നല്ല ഭക്ഷണം കിട്ടുന്നൊരു സ്ഥലമാണ്, എല്ലാവരും പറയുന്ന ഒന്നാണ്. അപ്പോൾ ശരിക്കും ഭക്ഷണം അതിന് മുമ്പേ എന്നോട് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കൊതിച്ച് കഴിച്ചിരുന്നതെല്ലാം ഹോട്ടലിൽ നിന്നാണ്, പക്ഷേ വളരെ ചെറിയ ഹോട്ടലിൽ നിന്നും ഈ പൊറോട്ടയും ചാറും. ശരിക്കും മനസ്സ് അറിഞ്ഞ് ആസ്വദിച്ച് കഴിച്ച ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ സ്വന്തമായിട്ട് കെട്ടിപ്പടുത്ത ഈ ബേക്കറിയിൽ നിന്ന് തന്നെയാണോ? അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് കോസ്റ്റ്ലി ഫുഡുകൾ ഞാൻ കഴിക്കുന്നുണ്ട്. എൻ്റെ പല ഷെഫുമാരും പല വെറൈറ്റി ഉണ്ടാക്കിയിട്ടും എനിക്ക് കൊണ്ട് സാർ ഒന്ന് കഴിച്ചു നോക്കും, അന്ന് അന്നത്തെ സ്ഥിതിയിൽ മാറിയിട്ട് സാർ കഴിച്ചു നോക്കും, ടേസ്റ്റ് നോക്കും. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് ടേസ്റ്റ് തോന്നിയത്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നല്ല ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ പാവപ്പെട്ട കുടുംബത്തിൽ ജനിക്കണം. ഭക്ഷണത്തിന്റെ വില അറിഞ്ഞ് കഴിക്കുക. ഭക്ഷണത്തിൻ്റെ വില അറിയാം. ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പുണ്ടാവും. ദരിദ്ര കുടുംബത്തിലല്ല, ഇപ്പം ഞാനൊക്കെ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ 3 നേരത്തെ ഭക്ഷണം കഴിച്ചു പോകാം, അങ്ങനെയുള്ള കുടുംബത്തിൽ ജനിച്ച ആളാണ്. അന്ന് ഉമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഒന്നും ഇപ്പം എത്ര വലിയ ഭക്ഷണത്തിന് എനിക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ വളരെ വളരെ ലുബ്ധിച്ചൊക്കെയാണ് ഉമ്മ ഉണ്ടാക്കുന്നത്. ഇപ്പം എനിക്ക് ഞാനിപ്പോൾ ഓർക്കുന്ന കാര്യമുണ്ട്, ഞങ്ങൾ ഇപ്പോൾ ഉമ്മ ചിലപ്പോൾ വൈകിട്ട് 2 രൂപ എന്നിട്ട് പറയും, മാർക്കറ്റിൽ പോയിട്ട് ചരു എന്ന് പറഞ്ഞ സാധനമുണ്ട്. ചരു എന്ന് പറഞ്ഞാൽ അന്ന് ചൊക്ലിയിൽ ചരു എന്നാണ് പറയുക. ഈ വലയെന്നൊക്കെ പോകുന്ന ചെറിയ ചെറിയ മീനുകളുടെ പാവപ്പെട്ടവൻ്റെ തട്ട് നമ്മുടെ തട്ടൻ്റെ അവിടെ വലിയ വലിയ മീനുകളൊക്കെ വേറെ വെക്കുന്നുണ്ടാവും. പാവപ്പെട്ടവന് 50 പൈസ 1 രൂപയ്ക്ക് ഇങ്ങനെ ഓരോ കൂട്ടി വെക്കുന്ന തട്ടുണ്ട്. അത് ചെറിയ പൊടിച്ചമ്മീൻ, പൊടി നങ്ക്, അതുപോലുള്ള സാധനങ്ങൾ, ആർക്കും വേണ്ടാത്ത സാധനങ്ങൾ. അപ്പോൾ അതുണ്ടെങ്കിൽ വാങ്ങിച്ചോ 1 രൂപയ്ക്ക് പച്ചക്കറി മാച്ച് വിടും. അപ്പോൾ ഞാനത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയിലാണ് മാർക്കറ്റിലേക്ക് പോകുന്നത്. ചിലപ്പോൾ ചെല്ലുമ്പോഴുണ്ടാവും. അപ്പോൾ 1 രൂപക്ക് ആ സാധനം വാങ്ങിക്കും. അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉമ്മ മുളകിട്ടൊരു കറി വെക്കും. ഓഫ്, അത് ഉമ്മ വളരെ ലാവിഷായിട്ടൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഉമ്മക്ക് ശരിക്ക് 3 ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവില്ല. ഒരു മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ 1-2 ഇൻഗ്രീഡിയൻസ് ഇടും. അതിനൊക്കെ വളരെ പിശുക്കി എടുക്കും. കാരണം ഇത് വാപ്പ അടുത്തവണ വരുന്നവർ നിൽക്കണം, ഇല്ല അടുത്ത വാങ്ങിക്കാനുള്ള പൈസ ഉമ്മയുടെ കയ്യിലില്ല. അപ്പോൾ പലപ്പോഴും ഞാൻ കാണാറുണ്ട്, 1 സ്പൂൺ എടുത്തിട്ട് അതിൽ കുറച്ച് അങ്ങോട്ട് ഇടും, വീണ്ടും ചട്ടിയിലേക്ക് ഇടുമ്പോൾ പിന്നെയും കുറച്ച് ബാക്കിയാക്കി നിങ്ങളിലേക്ക് ഇടും. അത്രയും പിശുക്കിയിട്ടാണ് ഉമ്മ ഉണ്ടാക്കുന്നത്. പക്ഷേ ആ കറി വെച്ച് ചപ്പാത്തിയുടെ കൂടെ ഞങ്ങൾക്ക് 5 പേർക്കായിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റിൽ ഒഴിച്ചു തരും. അതിൻ്റെ ടേസ്റ്റ്, ആ ടേസ്റ്റൊന്നും ഇപ്പോൾ ഒരു ഭക്ഷണത്തിനും എനിക്ക് കിട്ടിയിട്ടില്ല. എപ്പോഴും ഞാൻ പറയാം, വളരെ തിലകം പറഞ്ഞ പോലെ ഈ ഭക്ഷണത്തിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസിൽ മുഹബത്ത് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഞാൻ പറയാം, ഇന്ന് ഞാൻ മാർക്കറ്റിലല്ല, ഫിഷ് വില AC ഷോപ്പൊക്കെയാണ് ഫിഷ് ഉണ്ട്. ഞാൻ ഓരോ തവണയും ഫിഷ് മാർക്കറ്റിൽ പോയാൽ നെയ്മീനോ അങ്ങനെ വലിയ 2000-3000 രൂപയ്ക്കൊക്കെയാണ് വാങ്ങിക്കുക. അത് വാങ്ങിച്ച് വൈഫിൻ്റെ കൈ കൊടുത്താൽ വൈഫ് നേരെ വേലക്കാരി കൊടുത്തിട്ട് ഒന്നിങ്ങനെ വെച്ചെന്ന് പറയും. അത് വേലക്കാരിയാണ് ഉണ്ടാക്കുന്നത്. അവരവരെ ജോലി പൂർത്തിയാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന. മറ്റേത് ഉമ്മ തൻ്റെ സ്വന്തം മക്കൾക്ക് ഉണ്ടാക്കുന്ന. അപ്പോൾ ഈ മുഹബത്ത് എന്ന് പറയുന്ന സാധനം അതിലുണ്ടാവില്ല, ഇതിലുണ്ടാവും. ഞാൻ എപ്പോഴും എൻ്റെ വൈഫിനോട് പറയുന്നുണ്ടല്ലോ, ആ ടേസ്റ്റ് ഒന്നും ഒരിക്കലും ഇതിന് കിട്ടുന്നില്ല. ഇപ്പം കോസ്റ്റ്ലിയാണ് ഭക്ഷണം, പക്ഷെ ആ ടേസ്റ്റ് കിട്ടില്ല. ഒരു ഇൻഗ്രീഡിയൻസ് മുഹബത്തുണ്ട്. ഒരു അമ്മ മക്കൾക്ക് ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ ഏത് ഷെഫായാലും ആരായാലും മറ്റൊരാൾക്ക് കിട്ടില്ല. ശരിയാണ്, അത് അമ്മയുടെ സ്നേഹം, അതാണ് ആ ഭക്ഷണത്തിന്റെ ഏറ്റവും വലിയൊരു രുചി. ആ സ്നേഹം എന്ന് മാത്രമല്ല, പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊക്കെ വളരെ പിശുക്കി ജീവിക്കുന്ന കുടുംബമൊക്കെയാണല്ലോ. ഇപ്പൊ ചാള എന്നൊക്കെ ആഴ്ചക്ക് ഒരു ദിവസമാണ് മീൻ വാങ്ങിക്കുക. മീൻ ലാവിഷായിട്ട് ഭക്ഷണം കഴിക്കാനാണ് ഈ മീനൊക്കെ. ചിലപ്പോൾ 1/4 കിലോ മട്ടൻ ഇതൊക്കെ വാങ്ങിക്കുന്നത് ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം വാങ്ങിക്കുന്നത്. അപ്പം മീൻ വാങ്ങിക്കുമ്പോൾ 5 എണ്ണമാണ് വാങ്ങിക്കുക. 5 ചാള വീട്ടിൽ വന്നിട്ടാണ് മീൻകാരൻ വരിക. അപ്പോൾ 5 എണ്ണം മതി. അപ്പോൾ 5 മക്കൾക്ക് 5 എണ്ണം. ഒരു അയില വാങ്ങിക്കാണ് 5 കട്ട് ചെയ്യും. അങ്ങനെയൊക്കെ അത്രയും ഇതായി ലുബ്ധിച്ച് ജീവിക്കുന്നതാണ്. പക്ഷെ എന്നാലും അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഉമ്മ ഒരു കഷ്ണം കഴിച്ചിട്ടുണ്ടാവുന്നു. അതൊരു ഇപ്പോഴും ആരെയും ജീവിതത്തിൽ ഇന്ന് വരെ കഴിച്ചിട്ടുണ്ടാവില്ല. ഉണ്ടാക്കിയിട്ട് 5 പീസായിട്ട് വാങ്ങിക്കുന്നത് അതിനു വേണ്ടിയാണ്. പലപ്പോഴും ചില കുട്ടികൾക്ക് സുഖമില്ലാണ്. ഇപ്പം അനിയന് സുഖമില്ല. അപ്പോൾ ഞാൻ ചെന്ന് പറയാം, അവന് വേണ്ട, അതും കൂടി എനിക്ക് തന്നിരിക്കുന്നു. അപ്പം പെങ്ങൾ സമ്മതിക്കില്ല. കഴിഞ്ഞ തവണ എനിക്ക് സുഖമില്ലാത്തപ്പോൾ നിങ്ങൾക്കാണ് തന്ന്, അവിടെ ഇത്തവണ എനിക്ക് തരണം. അങ്ങനെയൊക്കെ വാശി എടുക്കുമ്പോൾ ഒരിക്കൽ പോലും ഉമ്മ പറഞ്ഞിട്ടില്ല, അവർക്ക് സുഖമില്ലെങ്കിൽ ഞാനില്ലേ, എനിക്ക് വേണമല്ലോ, അങ്ങനെ പറയില്ല. അത് ഒരമ്മക്ക് മാത്രമേ അങ്ങനെ സാധിക്കൂ. തീർച്ചയായിട്ടും അതാണ് അമ്മ. പക്ഷേ ആ അമ്മയുടെ സ്നേഹം മക്കളായി നമ്മളെല്ലാവരും തിരിച്ചറിയുന്നത് നമ്മൾ ഇതുപോലെ വലിയതാവുമ്പോഴാണ്, അല്ലേ? ഇപ്പോഴാണ്. എൻ്റെ ഉമ്മാനെ കൊണ്ട് മാത്രമല്ല, ലോകത്തെല്ലാം എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ്. എല്ലാ അമ്മമാരും അവരുണ്ടില്ലേലും അവർ മക്കളെ കൂട്ടാനല്ലേ നോക്കാറ്. തീർച്ചയായിട്ടും.
തന്നെക്കാൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു ജീവിയുണ്ട്, അത് അമ്മ മാത്രമേ. അമ്മ മാത്രമാണ്. ശരിക്കും അച്ഛനും അമ്മയും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് തോന്നുന്ന ഒരു കരുതലും സ്നേഹവും അത് വേറെ തന്നെയാണ് അല്ലേ? ഇന്നിപ്പോ ആ അമ്മ ഇക്കയുടെ കൂടെയാണോ? എൻ്റെ പെങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ സിസ്റ്റം മകളുടെ കൂടെ അമ്മ ഉണ്ട്. പക്ഷെ മിക്കവാറും ദിവസം ഇടയ്ക്കിടയ്ക്ക് പോയി കാണും. എൻ്റെ പെങ്ങളുടെ കൂടെ തന്നെയുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോൾ അന്ന് ആലുവയിൽ അങ്ങനെ കൂട്ടുകാർ പറഞ്ഞിട്ട് ഒരു പെട്ടിപ്പീടിക അല്ലെങ്കിൽ ഒരു ബേക്കറി ചെറുതായിട്ടുള്ളൊരു സംഭവമാണെങ്കിലും തുടങ്ങി. അന്ന് അതിനിട്ടിരുന്ന പേര് തന്നെയായിരുന്നു റോയൽ ബേക്കറി എന്നുള്ളത്? അല്ല, അന്ന് ഞാൻ പറയില്ല, ഞാൻ ഈ ബേക്കറി അല്ലല്ലോ സ്റ്റാർട്ട് ചെയ്ത്. ഫാൻസി പാലസ് എന്ന് പറഞ്ഞിട്ട് ഒരു അല്ല, ഞാൻ തുടങ്ങിയതും അത് തന്നെയാണല്ലോ. വളയമാലയും വെക്കുന്ന കടയാണല്ലോ. അതിന്റെ പേര് ഫാൻസി പാലസ് ആയിരുന്നു. പിന്നെ പതിയെ പതിയെ കൺവെർട്ട് ചെയ്ത് ബേക്കറി ആയി മാറിയത്. ബേക്കറി ആയി മാറിയിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ ബേക്കറിക്ക് ഈ പേര് ചേരുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാനത് റോയൽ സ്വീറ്റ്സ് എന്നുള്ള പേര്. അതെ ഞാൻ ചോദിച്ചേ, ബേക്കറിയിലേക്ക് വന്നപ്പോഴേ ഇട്ട പേര് റോയൽ എന്നുള്ളതായിരുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ട് ചേർന്നില്ല. ഫാൻസി പാലസും വിൽക്കുന്ന കംപ്ലീറ്റ് ബേക്കറി സാധനമാണ്. അത് ചേരായിക വന്നപ്പോഴാണ് അനുജനും കൂടെ വന്നു. അപ്പോൾ അനുജനും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ റോയൽ. പുള്ളി ബികോമാണ്, എന്നെക്കാളും വിദ്യാഭ്യാസമുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ അനുജനാണെങ്കിലും ഞാൻ ഒന്നുകൂടെ ഉപദേശമൊക്കെ സ്വീകരിക്കുക അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പം നമ്മൾ എന്ത് പേരിടണം, എങ്ങനെ ഒക്കെ എനിക്കൊന്നും അറിയില്ല എന്നുള്ളത് ഞാൻ പണ്ടേ സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹമാണ് പിന്നെ റോയൽ സ്വീറ്റ്സ് നമുക്ക് പേരിടാം, അങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം, ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒരു ബേക്കറിയും കൂടെ തുടങ്ങണം, അങ്ങനെയാക്കണം, നമുക്കിത് ഉണ്ടാക്കുന്ന കിച്ചൺ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പുള്ളിയുടെയും കൂടെ ഒരു ആഗ്രഹമാണ്. അത് വെച്ചാണ് പോയത്. ഓക്കെ. അപ്പം അങ്ങനെ പയ്യെ പോകെ ഇക്കയും ബിസിനസ് എന്താണെന്ന് പഠിച്ചു, എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് പഠിച്ചു. ആ സമയത്താണ് ഇക്ക മുന്നേ പറഞ്ഞ പോലെ പ്രാരാബ്ധം ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞു മനസ്സിലുണ്ടായിരുന്ന കുറേ അഭിനയമോഹങ്ങളും കാര്യങ്ങളും അതൊക്കെ അങ്ങ് പോയി. പിന്നെ പ്രാക്ടിക്കലായി ലൈഫ് അല്ലേ? പക്ഷേ ഈ ഒരു പ്രാക്ടിക്കൽ ലൈഫിലും ബിസി ആയിട്ടും ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്തുമൊക്കെ ഇക്ക എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? കാരണം ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ വേറെയൊക്കെയോ ഓരോരുത്തരും ഓരോരോ ലെവലിലേക്ക് എത്തി, അല്ലെങ്കിൽ അവരെ പോലെ കോളേജിൽ പോവുക, കോളേജ് ലൈഫ് നമ്മൾ സിനിമകളിലൂടെ കാണുന്നത് എന്ത് രസമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കോളേജ് ലൈഫ് ഇക്കയ്ക്ക് ഉണ്ടായിട്ടില്ല. അതൊക്കെ അപ്പം മിസ് ചെയ്തിട്ടുണ്ടാവില്ലേ? പിന്നെ വലിയ വിഷമമുണ്ടായി. കാരണം ഞാൻ ഇവിടെ ജോലിക്ക് വന്നത് ഞാൻ പറഞ്ഞില്ലേ, ബാത്റൂമിലേക്കുള്ള ക്യൂവിൽ ഒരു 10ാം സ്ഥാനം കിട്ടണമെന്ന് രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു. സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളത് ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണമാണ്. 6 മാസം കൂടി ബാറ്റ ഷോറൂമിൽ വലിയ പെട്ടിയുടെ കാർഡ്ബോർഡിൻ്റെ കഷ്ണം കിട്ടും. ഒരു 6 മാസം കൂടുമ്പോൾ ആ പെട്ടി മാറ്റും. അപ്പോൾ ആ സെയിൽസ്മാനോട് പറഞ്ഞു നോക്കും, നല്ലൊരു പെട്ടി ഉണ്ടെങ്കിൽ ചേട്ടാ ഒന്ന് തരണേ. ഇപ്പോൾ 6 മാസം കൂടുമ്പോൾ ഞാൻ ഓരോ വണ്ടി വാങ്ങിക്കുന്നുണ്ട്. അന്ന് പറഞ്ഞ പോലെ അന്ന് 6 മാസം കൂടുമ്പോൾ മാറ്റുന്നൊരു സാധനം കിടക്കാനുള്ള കാർഡ്ബോർഡ് കഷ്ണമാണ്. അതാണ് സ്വന്തം എന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ആ സമയത്തൊക്കെ നാട്ടിൽ ഒരു 5-6 മാസം കഴിക്കുമ്പോൾ നാട്ടിലേക്ക് പോകുമല്ലോ. നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ ഒരു കലുങ്കുണ്ട്, പിള്ളേരൊക്കെ കൂടി ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ കൂട്ടുകാരന്മാർ, അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരന്മാർ, അന്ന് പെണ്ണൻ കോളേജിൽ ഇവിടേക്ക് പഠിക്കുന്നത്, 2 ഗേൾ ഫ്രണ്ട് ഉണ്ട് എനിക്ക്, മറ്റവന് ഇതുണ്ട്, എന്ത് നല്ല രസമുള്ള പെൺകുട്ടികളാണ് കോളേജിൽ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും. കാരണം അന്നേരൊക്കെയാണ് ഈ ജീവിതത്തിൻ്റെ വിലയും കാര്യങ്ങളും. പ്രണയം എല്ലാവരും മനസ്സിലുണ്ടാവുമല്ലോ, പഠിക്കണമായിരുന്നു എന്നൊക്കെ തോന്നുന്നത്. അന്നേരം ഭയങ്കര ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, ഇവരൊക്കെ പഠിച്ച് വലിയ ആളാകുന്നു, ഞാൻ മാത്രം ഇങ്ങനെ ആയിപ്പോയല്ലോ. പണ്ട് സാറുമാരൊക്കെ പറയാറുണ്ട്, ആ പഠിക്കാത്തതിൻ്റെ വില നിനക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് ആ വിലയൊക്കെ മനസ്സിലായി തുടങ്ങിയപ്പോഴാണ്. അപ്പം എനിക്ക് ഒരു പെൺകുട്ടികളുള്ള കോളേജിലൊക്കെ പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിച്ചു എന്നേ ഉള്ളൂ, കോളേജിൽ പഠിക്കാൻ പറ്റിയില്ല. അതൊക്കെ വലിയ വിഷമമായിരുന്നു. അതൊക്കെ ഞാനിപ്പം പ്രതികാരമായിട്ട് തീർക്കുന്നുണ്ട് കേട്ടോ. പ്രണയം തന്നെ പറഞ്ഞേ. അപ്പം ഈ ഞാൻ പറഞ്ഞില്ല, പണ്ട് എന്നോട് കലങ്കിലൊക്കെ പോയിരിക്കുമ്പോൾ സുഹൃത്തുക്കൾ പറയും, ഇത് എനിക്കൊരു കാമുകയുണ്ട്, ഞാൻ അവളെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ഈ വർഷവും കൂടി അവളുള്ളൂ, അടുത്ത വർഷം ഞാൻ കോളേജിൽ മാറുമ്പോൾ ആളെ മാറ്റും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നുണ്ടല്ലോ, ഇന്ന് ഞാൻ അവരെയൊക്കെ ഇടയ്ക്ക് വിളിക്കും. അപ്പം അവരൊക്കെ ഞാൻ പറയില്ല, ഇപ്പം എൻ്റെ പ്രായം അറിയാമല്ലോ. അപ്പം ഇപ്പം അവരൊക്കെ റിട്ടയർഡായി, കുറേ സ്കൂൾ മാഷൊക്കെ ആയിരുന്നു, പല ഓഫീസിലും റിട്ടയർഡായി, വീട്ടിൽ നടുവേദന, ഷുഗർ, അങ്ങനെ പലതും പറഞ്ഞ് വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവരെന്നോട് ചോദിക്കും, റഫീഖൻ ചെയ്യുന്നത്, ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിച്ചു കൊടുക്കുക, 3 നായികമാരാണ്. 3 നായികമാർ. അപ്പോൾ അവർക്ക് ചെറുപ്പക്കാർ, പിന്നെ എല്ലാം 10-20 വയസ്സുള്ള നായികമാർ. അപ്പോൾ അതൊക്കെ ഒരു പ്രതികാരം. അതൊക്കെ ഞാനിങ്ങനെ ഇപ്പം അതൊക്കെ ആസ്വദിക്കുകയാണ്. അന്ന് ചെയ്ത് പോയ വിഷമമൊക്കെ ഇപ്പം ആസ്വദിച്ച് തീർക്കുകയാണ്.